ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ ഞാനും രാജേട്ടനും കൂടിയിട്ട് അമ്പലത്തേക്ക് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഞാനും രാജേട്ടനും കുറേ കാലത്തിന് ശേഷമാണ് അമ്പലത്തേക്ക് ഇങ്ങനെ ഒരുമിച്ച് രാവിലെ വരുന്നത് കേട്ടോ. വൈകുന്നേരത്ത് ഇങ്ങനെ അമ്പലത്തിലുള്ള പരിപാടിയൊക്കെ കാണാൻ രാത്രി പോകുന്നല്ലാതെ രാവിലെ അമ്പലത്തേക്ക് വരുന്നത് കുറവാണ് കേട്ടോ. അപ്പോൾ രാജേട്ടനും വർക്കില്ല, അപ്പോൾ എന്തായാലും ലീവല്ലേ വിചാരിച്ചിട്ട് അപ്പോൾ പിടിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ അമ്പലത്തിൽ പോയാലോന്ന്. അപ്പം രാവിലെ എണീറ്റ് വേഗം കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ച് പോന്നു കേട്ടോ. അമ്പലത്തിലെത്തി. അപ്പോൾ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇൻട്രൊഡക്ഷൻ പറയണ്ട, ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അതായത് വീഡിയോയിൽ മുഖം കാണിച്ചിട്ട് പറയുമല്ലോ, അങ്ങനെ ഞാൻ പറയാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്പലത്തിലെത്തി ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി. ഞങ്ങൾ ഈ പാറൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ പറഞ്ഞത് വീഡിയോ എടുത്താലോ എന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ അമ്പലത്തിൽ തൊഴുകണം ആ ഒരു പോണതൊന്നും ഇങ്ങോട്ട് വന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഇവിടെ കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാജേട്ടനെന്താ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോയിൽ പറയുന്നുണ്ട്, പക്ഷേ വോയിസിൽ ഒരു ചെറിയ പ്രശ്നം പറ്റിയിരുന്നു. വോയിസ് തീരെ ഇല്ല രാജേട്ടന്. ക്യാമറ ഓൺ ആക്കിയിട്ടാണോ എന്താ അറിയില്ല. കണ്ടോ നല്ല എന്താ പറയുക, നല്ല ഗെറ്റപ്പിലൊക്കെ പറയുന്നുണ്ട്, പക്ഷേ വോയിസ് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ തീരെ സൗണ്ടില്ല. രാജേട്ടൻ പറയണതൊന്നും തീരെ സൗണ്ടില്ല. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമ്പലത്തിലെത്തി. ഞങ്ങൾ തൊഴുതിറങ്ങിയതിന് ശേഷമാണ് പിന്നെ അന്നതൊക്കെ വീഡിയോ എടുത്താൽ മതി എന്നല്ല പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അമ്പലത്തേക്ക് പോരണമെന്ന് മുൻകൂട്ടി പറഞ്ഞു വെച്ചതൊന്നല്ലേ. ഇന്ന് രാവിലെ എണീറ്റ് കുളിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് പറഞ്ഞത് അമ്പലത്തേക്ക് പോയാലോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം കുളിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പോകുന്നതാണ്. എന്തിലൊക്കെ പറയും, വെയിലായില്ലേ? ഭയങ്കര വെയിലായിട്ടോ അവിടെ. ഈ സമയമായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, വേഗം സ്കൂട്ടാകാനല്ലേ. ഇതാട്ടോ അമ്പലം ഞങ്ങൾ പാറമേലൊക്കെ പോയിട്ട് ഇങ്ങനെ എന്നിട്ടായിട്ട് വന്നു. അങ്ങനെ അതാ ഞങ്ങൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ അമ്പലത്തിൽ എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി കുറേ നേരം പാറമേലൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് പോന്നപ്പോൾ മുള്ളമ്പഴം ഉണ്ടല്ലോ, വീഡിയോയിൽ കാണിച്ച് തരാം കേട്ടോ. മുള്ളമ്പഴം പറയുന്നത് എല്ലാവരുടെ നാട്ടിലും വേറെ പേരിലേക്കാവും അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മുള്ളമ്പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അതൊക്കെ പറിച്ച് കഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പണ്ടത്തെ വഴി കേട്ടോ അത്. അതിലിപ്പം ആൾക്കാർ പോകുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ സുഖമുള്ള വഴി ഇപ്പോൾ ഇവിടെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലെ പോക്ക് നേരെ റോട്ട് മറ്റേ ഇറക്കിറങ്ങിയിട്ട് പാറ ഇറങ്ങിയിട്ട് പോകണം. ഇത് നമ്മളെ ഊട്ടുവരയാണ് അമ്പലത്തിൻ്റെ. പിന്നെ അവിടെ അതാ സ്റ്റേജ് അവിടെ കേട്ടോ. പണ്ടൊക്കെ അവിടെ പരിപാടി ഉണ്ടായിരുന്നു കാർത്തികയൊക്കെ. ഇപ്പോൾ കുറേ കാലമായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ കാർത്തികയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ പാറേൻ്റെ സൈഡിൽ പോരുന്ന വഴിക്ക് മുള്ളമ്പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു സാധാരണ സംഭവം കേട്ടോ. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലൊരു ഉടക്കുക എന്നുള്ളത് അതൊരു സാധാരണ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പിന്നെ തിരിച്ച് പോന്നു. പിന്നെ രാജേട്ടന് അതായത് കൃഷിയിൽ ഭയങ്കര താല്പര്യമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, തൈയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാജേട്ടൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതാ റിച്ചും പോന്നിട്ടുണ്ട്. അപ്പോൾ റിച്ചുവിന് ചെറിയൊരു വയ്യായിക ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് റിച്ചു അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളവിടെ എത്തി. ഇത് രാജേട്ടൻ വെട്ടണ തോട്ടാട്ടോ, വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ആയിക്കോട്ടെ.
അപ്പോൾ മണ്ണ് വാരിയിടാൻ വേണ്ടിയിട്ടൊരു ഡിഷ് അത്യാവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി എടുത്ത് കൊണ്ടുവരുമോ എന്നുള്ളത് എന്നോട് ഇങ്ങനെ ചോദിക്കാനുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ പറയുന്നു എവിടെയാണ് വെച്ചത്, അതൊക്കെ എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഞങ്ങളേ ചെറിയൊരു പണിയില്ല കേട്ടോ. എന്താ പറയുക, അംഗനവാടിയിൽ നിന്ന് കുറച്ച് തൈ കിട്ടിയിരുന്നുണ്ട്. നമ്മളെ അംഗനവാടിയിൽ നിന്ന് തന്നെ മുളകിൻ്റെ, പിന്നെ വഴുതന, റിച്ച് ഉണ്ട് അവൻ ചോദിക്കാനുണ്ട് വർത്താനം കേട്ടിട്ട്. പിന്നെ ഇപ്പം എന്താ കിട്ടിയത്, തക്കാളി, അങ്ങനെ കുറച്ച് തൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നടാൻ പോവുകയാണ്. അപ്പോൾ ഗ്രോ ബാഗിലാണ്, ഇവിടെ ഗ്രോ ബാഗ് കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്രോ ബാഗിലാണ് ഞങ്ങൾ ചെയ്യാൻ പോണേ. എന്നൊക്കെ കുട്ടിക്കുണ്ടായിരുന്നാല് വയറുവേന, എന്നിട്ട് ആശുപത്രി മഞ്ചേരി കൊണ്ടൊക്കെ മാറി. മണ്ണ് ചാക്കിലാക്കാം, ഒരു മരുന്ന് പിടിച്ചപ്പോലെ മാറി. മണ്ണ് നമ്മള് ഞാൻ പറഞ്ഞു കളയല്ലോ, എല്ലാം കരടൊക്കെ നമ്മൾ എടുത്ത് കളയണം കേട്ടോ. പൊടിമണ്ണാക്കണം. എന്നിട്ട് നമ്മൾ ഇല്ലേ ചാണകപ്പൊടി, ഉണങ്ങി ചാണകപ്പൊടി, പിന്നെ അതുപോലെ ആട്ടിൻ കാഷ്ടം, അതൊക്കെ പൊടിച്ചിട്ട് ഇതിട്ട് കൊടുക്കുക. നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോഴേ നമ്മൾ വിചാരിച്ച പോലെ കൃഷി നന്നാവുള്ളൂ, വിളവെടുക്കാൻ പറ്റുള്ളൂ. അല്ലേ കൈക്കോട്ടൊക്കെ അതൊക്കെ ഊരി പോരുന്നുണ്ട്. വെറുതെ ആക്കാതിന് ഉറപ്പിച്ച് വെച്ചതാ. കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു പീസൊക്കെ വെച്ചിട്ട്, മുളേൻ്റെ പീസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചതാണ്. ഇത് മതി, നമ്മൾ ഇവിടെ തന്നെ അല്ലേ, കുറച്ച് മണ്ണെടുത്താൽ മതി. ഈ ഇതിലാവുമ്പോഴേ ഗ്രോ ബാഗിലാവുമ്പോൾ കുറച്ച് മതി. ഞാൻ വരണോ? അതാ അപ്പൊ കഴിഞ്ഞോ? അല്ല വിത്തിനില്ലാതെ കിട്ടിയോ? അത് മതിയല്ലോ അല്ലേ, തൈ കുഴിച്ചിടാനല്ലേ. അപ്പൊ നിങ്ങളല്ലേ ഇനി വേണ്ടി വരുമ്പോ വേണമെങ്കിൽ നമുക്ക് വരാം. ഇപ്പൊ ഇത് തൽക്കാലത്തിന് മതി. പ്രശ്നമൊന്നുമല്ല, മണ്ണ് പോകുകയല്ലേ ഇവിടുന്ന്. അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. കൈക്കോട്ടെ ഞാൻ പിടിച്ചോണ്ട് എവിടെ അങ്ങനെ അതാ ഞങ്ങൾ തിരിച്ച് പോന്നു. അപ്പോൾ ജോലി എടുത്തത് മുഴുവൻ രാജേട്ടനാണ്. ഞാൻ വെറും വീഡിയോ എടുക്കുക ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ കാലുമ്മ മണ്ണായിരുന്നുട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ തിരിച്ച് പോന്നു. അപ്പോൾ വീട്ടിലൊക്കെ എത്തി. പിന്നെ രാജേട്ടൻ അപ്പം തന്നെ അത് മണ്ണും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. വിത്തും സംഭവങ്ങൾ വിത്ത് റെഡിയാക്കിയിട്ടില്ല, പക്ഷേ ഗ്രോ ബാഗിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ മണ്ണൊക്കെ റെഡിയാക്കണം ആ ഒരു തിരക്കിലാട്ടോ. പിന്നെ ചിന്നുണ്ടായിരുന്നു ഒപ്പം സെറ്റാക്കാൻ. ഇതൊക്കെ ആദ്യം കുഴിച്ചിട്ട് ആ മണ്ണുണ്ടോ ഇതൊക്കെ കുന്നു കൂടിയിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ. ആദ്യം കുഴിച്ചിട്ട് ഗ്രോ ബാഗിൽ നിന്ന് എടുത്തിട്ട് രണ്ടാമത് കൊണ്ടുവന്ന് വെച്ചതിൽ ചേർത്ത് 2 മണ്ണും കൂടിയും പഴയ കുഴിച്ചിട്ട്, അതായത് പയറും വിത്തൊക്കെ കുഴിച്ചിട്ട് ആ മണ്ണും പിന്നെ ഇപ്പം ഞങ്ങൾ കൊണ്ടുവന്ന ആ ഒരു മണ്ണും കൂടിയിട്ട് പിന്നെ കൂട്ടിച്ചേർത്ത് കേട്ടോ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.